ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്. ഇന്നൊരു കൊച്ചു മധുരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ രസഗുളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ പാലൊക്കെ വേണമല്ലോ എന്ന് ചിന്തിക്കേണ്ട. ഇത് പാലൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ബാക്കി വരുന്ന ഒരു പിടി ചോറാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള രസഗുളയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തലേദിവസം ബാക്കി വന്നിട്ടുള്ള ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അരി നമുക്ക് ആദ്യം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഈ അരി ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം. അത് ഒരു തവണ തന്നെ അരച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം കുറച്ച് നേരം അടിക്കുക, എന്നിട്ടൊന്ന് മിക്സിയുടെ ജാർ അടപ്പ് തുറക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് സൈഡിലത്തെ ഇങ്ങനെ ചോറ്, അരയാത്ത ചോറൊക്കെ ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 തവണയ്ക്ക് ാണ് ഞാനിത് ഈ ഒരു രീതിക്ക് കണ്ടോ ഇങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് അല്ലെങ്കിൽ അരച്ചെടുത്ത് വന്നിട്ടുള്ളത്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അരി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ അരച്ച അരിയിലോട്ട് അല്ലെങ്കിൽ ചോറിനകത്തോട്ട് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെങ്കിലും ചേർക്കാം. പിന്നെ ചേർക്കുന്നത് അതേ അളവിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ആ കോൺഫ്ലവർ, അത് തന്നെയാണിത്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു മാവിൻ്റെ ഒരു കണക്കിന് നമുക്ക് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് വരും. നമ്മൾ കുഴയ്ക്കും തോറുമാണ് നമ്മുടെ ചോറിനകത്ത് വെള്ളം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുക. കാരണം നമ്മുടെ കയ്യിലൊക്കെ നനവ് വരാൻ തുടങ്ങും. ഇനിയിപ്പോൾ ഇതേ അളവിലല്ല, നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണം. ഇപ്പോൾ ഓരോ അരിക്കും ഓരോ സ്വഭാവമാണല്ലോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ എടുക്കുന്ന സമയത്ത് കുറച്ച് മൈദയും അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും അല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലവറും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുത്ത് ഒരു മാവ് കണക്കിന് കുഴച്ചെടുക്കണം. അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂണോളം വരുന്ന നെയ്യാണ് ചേർക്കുന്നത്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് നമുക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. നെയ്യാവുമ്പോൾ ഒരു പ്രത്യേക സ്വാദല്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതാ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ ഞാനിവിടെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ടാണ് വരിക. അപ്പം നന്നായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരി അരഞ്ഞിട്ട് നന്നായിട്ട് അരയണം എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഞാൻ നമ്മുടെ മാവിൻ്റെ സോഫ്റ്റ്നെസ് കാണിക്കാം കേട്ടോ. കണ്ടോ, ഞാനൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ നമ്മുടെ കൈയുടെ ഒരു അച്ച് പോലെയാണ്, അത്രയും സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിനകത്തോട്ട് ഇത് മാറ്റിയെടുക്കാം. ഞാനെന്നവിടെ ചെറിയ ചെറിയ ബോൾസ്, സാധാരണ രസഗുള റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുക. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഞാനത് റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരു ഷേപ്പ് ആക്കാനുള്ള അത്രയും എടുക്കുക മാവിനകത്തുനിന്ന്. എന്നിട്ട് നമ്മുടെ 2 കൈപ്പത്തിയുടെ ഇടയ്ക്ക് ഇതുപോലെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോൾസുകളായിട്ട് നമുക്ക് കിട്ടും. പിന്നെ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ നമുക്കിങ്ങനെ പിടിച്ച് റൗണ്ട് ഷേപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആക്കാം. അപ്പോൾ അതാ നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് അവിടെ റെഡിയാണ്. അപ്പം ഞാനിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോൾസ് ഒക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് അല്ലെങ്കിൽ ചോറിന് എനിക്ക് ഇത്രയും ബോൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു രസഗുള ഇട്ട് വെക്കാനായിട്ടുള്ള ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതൊക്കെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതേ കപ്പിൽ അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഏലക്ക അങ്ങനെ തന്നെ ചെറുതായി അതൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പം ഈ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ച് മാറ്റി കളയാം കേട്ടോ, അല്ലെങ്കിൽ ഒരു സ്പൂണിലൊന്ന് കോരിക്കളയാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേണമെന്നില്ല. രസഗുള എന്ന് പറയുമ്പോൾ അത് തനി വൈറ്റ് കളറായിട്ടാണ് ഇരിക്കുക. ഞാൻ പിന്നെ ഇവിടെ തനി വെള്ള കളറൊക്കെ ആയിട്ടിരുന്ന ഇതെന്താ എങ്ങനെയെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു മഞ്ഞ കളർ കൊടുത്തുന്നേ ഉള്ളൂ. ഇത് തികച്ചും ഓപ്ഷണലാണ്.
ഇനി നമുക്കിതാ വെള്ളമൊക്കെ നന്നായി തിളച്ച് നമ്മുടെ സിറപ്പൊക്കെ നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോവിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ നമ്മുടെ ഈ ഒരു ബോൾസ്, നമ്മുടെ റൈസ് കൊണ്ട് ഉണ്ടാക്കിയ ബോൾസുകൾ കണ്ടോ, സ്പോഞ്ചി ആയിട്ടുള്ള ബോൾസ് ഈ ഒരു വെള്ളത്തിലോട്ട് ഷുഗർ സിറപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ്, നന്നായി തിളയ്ക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഷുഗർ സിറപ്പിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് എടുത്താലാണ് നമുക്ക് ആ നീരൊക്കെ പെട്ടെന്നൊക്കെ നമ്മുടെ ഈ ഒരു രസഗുളയിൽ അല്ലെങ്കിൽ ആ ബോൾസിനകത്തോട്ട് പിടിക്കത്തുള്ളൂ. അപ്പം ഞാൻ എന്താണെങ്കിലും ആദ്യം ഈ ബോൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഒരു 1.5 ടീസ്പൂൺ വരുന്ന നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഷുഗർ സിറപ്പാണ്. ഇച്ചിരി നേരം നമ്മളങ്ങ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഷുഗർ സിറപ്പ് തിക്കാവാൻ തുടങ്ങും. അങ്ങനെ തിക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അത് കട്ടയായിട്ട് പോവും, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു നാരങ്ങ നീര് ഇച്ചിരി ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ നാരങ്ങ നീര് ഒഴിച്ചു. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം, നിങ്ങൾക്ക് എത്ര നേരമാണ് ഇത് മുക്കി വെക്കാൻ പറ്റുന്നത് അത്രയും നല്ലതാണ്. ഞാനിപ്പം ഇവിടെ ഏകദേശം ഒരു 2 മണിക്കൂർ ഒന്ന് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ, എങ്കിലാണെന്ന് നന്നായി സോക്കാവത്തുള്ളൂ. അപ്പോൾ ഈ 2 മണിക്കൂർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലായിടത്തേക്കും അതങ്ങനെ മുങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി 2 മണിക്കൂർ കഴിയുമ്പോൾ നോക്കാം. അങ്ങനെ ഇതാ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ രസഗുളയൊക്കെ നല്ല ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. രസഗുളയിലത്തെ നെയ്യൊക്കെ ഒന്ന് ഇറങ്ങി, ആ ഷുഗർ സിറപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ട്, ഞാനിന്നിപ്പോൾ ഒരു ഗ്ലാസ്സിനകത്തോട്ടാണ് കാണിക്കുന്നത്, അത് എങ്കിലാണ് അത് കാണാനുള്ള അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ അല്പം പിസ്ത ഇതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നൊന്നുമില്ല, തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുങ്കുമപ്പൂവിൻ്റെ 1, 2, 3 എതൾ, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു സ്ട്രാൻഡ്സ് എന്ന് പറയും, അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത്രയേ ഉള്ളൂ. നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ജ്യൂസി ആയിട്ടുള്ള രസഗുള ഇവിടെ റെഡിയാണ്. നമ്മുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ചോറും പഞ്ചസാരയും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.